ബോണസ് ജോഡി ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അതായത് പുറത്ത് ഗാർഡൻ ഏരിയയിൽ കുറേ ബോക്സുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലായിട്ട് കുറേ ഫോട്ടോകൾ ഉണ്ടാവും, കുറേ ചിത്രങ്ങൾ. അത് കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ടീമിൽ നിന്നും തിരഞ്ഞെടുത്ത ഓരോ മത്സരാർത്ഥികൾ വരണം. ഓരോരുത്തരും വന്നിട്ട് ആദ്യം പോയി ഇപ്പം നമ്മൾ ഒരു ഫോട്ടോയെന്ന് തിരിച്ചു നോക്കുക. ആ ഫോട്ടോയുടെ സെയിം തന്നെ വരുന്ന വേറൊരെണ്ണം, അത് പ്യുവർ ലെക്കാണ് കേട്ടോ. ആദ്യമൊക്കെ ലെക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നോക്കുമ്പോൾ സെയിം തന്നെ വരികയാണെങ്കിൽ അവർക്ക് ഒരു പോയിന്റും കിട്ടും, ഒരു അവസരം കൂടെ കിട്ടും. അങ്ങനെ ഈ ഒരു റൊട്ടേറ്റ് ചെയ്ത് ഈ ടാസ്ക് മുന്നോട്ട് പോകും. അപ്പോൾ കൂടുതൽ തവണ ഇതുപോലെ പോയിന്റുകൾ, ഒരേപോലത്തെ ഫോട്ടോകൾ രണ്ടെണ്ണം ആര് കൂടുതൽ കണ്ടുപിടിക്കുന്നോ അവർ ഈ ടാസ്കിൽ ജയിക്കും. പിന്നെ ഇതിനകത്ത് ബുദ്ധിയും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, ഓർമ്മശക്തി വേണം. എന്ന് വെച്ചാൽ മറ്റൊരാൾ ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്, രണ്ട് ഫോട്ടോ തുറക്കുമ്പോൾ അവർക്ക് ഈ രണ്ടും ഡിഫറെൻറ്റ് ഫോട്ടോ ആണെങ്കിൽ അവർ തിരിച്ച് കമഴ്ത്തി വയ്ക്കും. പക്ഷേ ഇത് രണ്ടും നമ്മൾ ഓർത്ത് വെച്ച് നമ്മൾ അടുത്ത് പോകുമ്പോൾ നേരത്തെ നമുക്ക് ഇതിലേതെങ്കിലും ഒന്നാണ് കിട്ടിയതെങ്കിൽ നേരത്തെ വന്ന ടീമിലുള്ള അംഗങ്ങൾ തുറന്നു നോക്കിയ ആ ഒരു പിക്ചർ എവിടെയാണെന്ന് മനസ്സിലാക്കി അത് പോയി തുറന്ന് നമുക്ക് ആ പോയിന്റിങ് എടുക്കാം. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നന്നായിട്ട് കളിച്ചത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡെൻ ടീമാണ്. ഡെന്നിൽ നിന്ന് പോയത് നന്ദനയാണ്. 6 പോയിന്റുകളാണ് അവർക്ക് കിട്ടിയത്. രണ്ടാമത് ജാസ്മിൻ നന്നായിട്ട് കളിച്ചു, നെസ്റ്റ് ടീം 4 പോയിന്റുകൾ കിട്ടി. മൂന്നാമത് ടണൽ ടീം അപ്സര 3 പോയിന്റുകൾ കിട്ടി. 4ാം സ്ഥാനത്ത് പീപ്പിൾസ് ടീം നോറ 1 പോയിന്റാണ് കിട്ടിയത്. അപ്പോൾ ഈ ടാസ്കിൽ നന്നായിട്ട് കളിച്ചത് സത്യത്തിൽ നമ്മുടെ നന്ദനയാണ്. 6 പോയിന്റുകൾ നേടിക്കൊണ്ട് ഡെന്നിനെ 1ാം സ്ഥാനത്ത് എത്തിച്ചു. അതേസമയത്ത് വളരെ നന്നായിട്ട് തന്നെ ജാസ്മിനും അപ്സരയും കളിച്ചതായിട്ട് കാണാം. ജാസ്മിൻ 4 പോയിന്റും അപ്സര 3 പോയിന്റും നേടിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.